സൗദി ഒമാൻ വ്യോമ മേഖല തുറന്നു. വിമാന കമ്പനികൾ സർവീസുകൾ പുനരാരംഭിച്ചു. ജിദ്ദ, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസും പുനരാരംഭിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ തുടരുമ്പോഴും വ്യോമ മേഖല വീണ്ടും തുറക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ കുടുങ്ങിക്കിടക്കുന്നവരെ തിരിച്ചെത്തിക്കാൻ വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് റാസൽ ഖൈമയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തും. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് മസ്കറ്റിലേക്ക് സർവീസ് ഉണ്ടാകും. ദുബായിൽ നിന്ന് ഡൽഹിയിലേക്കും മുംബൈയിലേക്കും എയർ ഇന്ത്യയും സർവീസ് നടത്തുന്നുണ്ട്. ഗൾഫിലെ 8 വിമാനത്താവളങ്ങളെ ബന്ധിപ്പിച്ച് ഇൻഡിഗോ 34 സർവീസ് നടത്തും. ജിദ്ദ, കോഴിക്കോട്, കൊച്ചി, മസ്കറ്റ് സർവീസുകളും ഉൾപ്പെടുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് കോഴിക്കോട്, മുംബൈ എന്നിവിടങ്ങളിൽ നിന്ന് ദുബായിലേക്കും തിരിച്ചും സർവീസ് നടത്തും. സ്പൈസ് ജെറ്റ് 14 സർവീസുകളാണ് നടത്തുന്നത്. ഇതിൽ 13 സർവീസുകളും ഫുജൈറയിൽ നിന്ന് മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലേക്കാണ്. ദുബായിൽ നിന്ന് മുംബൈയിലേക്ക് ഒരു സർവീസും ഉണ്ടാകും. ദുബായിൽ നിന്ന് കൊച്ചി, തിരുവനന്തപുരം അടക്കം രാജ്യത്തെ 14 വിമാനത്താവളങ്ങളിലേക്ക് എമിറേറ്റ്സ് ഇന്ന് ഭാഗികമായ സർവീസ് നടത്തുന്നുണ്ട്. ദുബായിൽ നിന്ന് ആകെ 100 സർവീസുകൾ വിവിധ രാജ്യങ്ങളിലേക്ക് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മുംബൈയിൽ നിന്ന് വൈകിട്ട് 7:20 ജിദ്ദയിലേക്കും രാത്രി 11:55 ജിദ്ദയിൽ നിന്ന് തിരിച്ച് മുംബൈയിലേക്കും ആകാശ എയർ സർവീസ് നടത്തുന്നുണ്ട്. അബുദാബി, ദോഹ, റിയാദ്, കുവൈത്ത് എന്നിവിടങ്ങളിലേക്കുള്ള മാർച്ച് 7 വരെ സർവീസുകൾ ഉണ്ടാകില്ല. സംഘർഷം തുടങ്ങിയ ഫെബ്രുവരി 28 മുതൽ ഇന്നലെ വരെ 2300-ലേറെ വിമാന സർവീസുകളാണ് മുടങ്ങിയത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.